ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് 9th ചാപ്റ്ററിലേക്ക് പോയാലോ? 9th ചാപ്റ്ററിൻ്റെ പേരാണ് ആലു കി സടക്. ആലു കി സടക് എന്നാൽ ആലു, അതായത് ഉരുളക്കിഴങ്ങ്, പൊട്ടേറ്റോ. സടക് എന്ന് പറഞ്ഞ റോഡ്. ആലു കി സടക് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ കൊണ്ടുള്ള റോഡ്. എന്താ പൊട്ടറ്റോ കൊണ്ടുള്ള റോഡ്? നോക്കാം. ഏക് ബാലു ധാ. ബാലു എന്ന് പറഞ്ഞാൽ ബെയർ. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ബെയർ. ഉസേ നാനി കെ ഘർ ദൂർ ജാനാ ധാ. ബാലു ഒരു യാത്ര പോവാണ്. എവിടേക്കാണ് പോകുന്നത്? നാനി കെ ഘർ. നാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ്. വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ദൂർ ജാനാ ധാ. रास्ते में खाने के लिए बालू ने बोरा भर आलू पीठ पर रख लिए. അപ്പോൾ യാത്ര പോകുന്നതിന് മുമ്പ് ബാലു എന്താ ചെയ്തത്? രാസ്തേമേ ഖാനെ കേലിയെ, വഴിയിൽ വിശക്കില്ലേ, അപ്പോൾ വഴിയിൽ കഴിക്കാൻ വേണ്ടി ഖാനെ കേലിയെ ബാലുനെ ബോര ഭർ. ബോര എന്താണ് ബോര? കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു സഞ്ചി, ഇങ്ങനത്തെ ഒരു കവറിനാണ്, ഒരു സഞ്ചിക്കാണ് പറയുന്നത് ബോര. ബോര ഭർ, ബോര നിറയെ. ആലു പീഠ് പർ രക്ലിയേ. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. ഒരു സഞ്ചി നിറയെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പീഠ് എന്ന് പറഞ്ഞാൽ തോളിൽ, ബാക്കിൽ, അപ്പോൾ പുറത്ത് തോളിൽ തൂക്കിയിട്ടിട്ട് ഉണ്ടായിരുന്നു. പർ ഭോരേമേ തോ ഛേദ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഭോരേമേം തോ ഛേദ് ദ. എന്താണ് ഛേദ്? കണ്ടോ? ഈ സഞ്ചിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? പാവം ബേർ ഇതൊന്നും അറിയാതെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ സഞ്ചിയിൽ നിന്ന് ഉരുളക്കിഴങ്ങുകൾ താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ബാലു ആകെ ബഡ്താ ജാത്ത. ധപ് 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 ബോരെ സെ ആലു ടപക്തെ ജാത്തെ. ടപ് ടപ് ടപ്. അപ്പോൾ ബാലു ആകെ ബഡ്താ. ബാലു മുന്നോട്ട് പോവുകയാണ്. അപ്പോഴോ ധപ് ധപ് ധപ്, ബാലു പോകുന്ന ശബ്ദമാണത്. ബോരേസെ ആലു ടപക്തെ ജാത്തെ. സഞ്ചിയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് ടപ് ടപ് ടപ്. रास्ते में पीपल के पेड़ पर एक बंदर बैठा था. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. വഴിയിൽ പീപ്പൽ കെ പേട്, പീപ്പൽ എന്ന് പറഞ്ഞാൽ ആൽമരം, ഒരു ആൽമരത്തിൻ്റെ മുകളിൽ ഏക് ബന്ദർ, ഒരു കുരങ്ങൻ, എന്താ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ബൈട്ടാദ. ഉസ്നെ ബാലുസെ പൂച്ച. കുരങ്ങൻ എന്ത് ചെയ്തു? അവൻ ബാലുവിനോട് ചോദിച്ചു. പൂച്ച ചോദിച്ചു, കഹാൻ ജാ രഹേ ഹോ ഭയ്യ. എവിടെ പോവാണ് സഹോദര? കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, ജാ രഹേ ഹോ പോവുകയാണ്, ഭയ്യ എന്ന് പറഞ്ഞാൽ സഹോദര, ചേട്ടാ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എവിടെ പോവാണ് സഹോദര? ലേക്കിൻ ഉത്തർ മേ ബന്ദറിനെ ബസ് ധപ് ടപ് ധപ് ടപ് ധപ് ടപ് ഹീ സുന. ബാലുവിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കുരങ്ങൻ എന്താ മാത്രമാണ് കേൾക്കാൻ പറ്റിയത്? ഉത്തർ മേ ബന്ദറിനെ ബസ് ഓൺലി ധപ് ടപ് ധപ് ടപ് ധപ് ടപ്. ധപ് എന്ന് പറഞ്ഞാൽ ആര് നടക്കുന്ന ശബ്ദമാണ്? ബാലു നടക്കുന്ന ശബ്ദം. ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലു താഴെ വീഴുന്ന ശബ്ദം. അപ്പോൾ ഒന്നുകിൽ ബന്ദർ ചോദിച്ചത് ബാലു കേട്ടില്ല, അല്ലെങ്കിൽ ബാലു വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും ബാലു ആൻസർ പറഞ്ഞില്ല. ബന്ദർ ആകെ കേട്ടോണ്ടിരുന്നത് ടപ് 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 എന്ന സൗണ്ട് മാത്രമാണ്. ഉസ്നെ പേട് സെ നീച്ചെ ദേഖ. മരത്തിലിരുന്ന് ഉസ്നെ, അവൻ, ആരാണ്? ബന്ദർ. ബന്ദർ പേടിൻ്റെ മരത്തിലിരുന്നിട്ട് നീച്ചെ ദേഖ, താഴേക്ക് നോക്കി. രാസ്തേമേ ആലു പടേ ഹുയേ ഥേ. വഴിയിൽ ഉരുളക്കിഴങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. യഹ് ദേക്കർ ബന്ദർ മനി മൻ ബോല. യഹ് ദേക്കർ, ഇത് കണ്ടിട്ട് ബന്ദർ മൻ ഹി മൻ, മനസ്സിൽ, ബോല പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. ബാലു ചാഹേ ന ബത്തായേ. ബാലു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ബാലുവിന് വേണ്ടെങ്കിൽ ബാലു പറയണ്ട. പക്ഷേ മേ പതാ ലഗാ സക്താ ഹൂ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
വ ഖുഷ് ഹോക്കർ പേട് സെ നീച്ചെ ഉതര. അങ്ങനെ അവൻ സന്തോഷത്തോടെ മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങി. എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? അതെ, വഴിയിൽ മുഴുവൻ ഉരുളക്കിഴങ്ങ് വീണ് കിടക്കുന്നുണ്ടല്ലേ. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ആലു കി സഡക്. കണ്ടോ, നിറയെ ആലുവാണ്. അപ്പം മൊത്തത്തിൽ ആലു കൊണ്ടുണ്ടാക്കിയ സഡക്ക് പോലെ ഉണ്ട് അല്ലേ. അപ്പം ഇത് എവിടെ മുതൽ എവിടം വരെ പോവും? ബാലു നാനിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അവിടം വരെ ഇത് താഴെ വീണുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ബന്ദറിന് അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെയാണോ ബാലു പോയത് അവിടെ പോകാൻ പറ്റും അല്ലേ. അപ്പം എങ്ങനെയുണ്ട് സ്റ്റോറി? എല്ലാവരും നന്നായി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമുക്ക് एक्सरसाइज പോവാം. बातचीत के लिए बंदर ने कैसे पता लगाया होगा कि बालू कहाँ जा रहा है? बंदर ने कैसे पता लगाया होगा? ബന്ദറിന് എങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക ബാലു എവിടെയാണ് പോയതെന്ന്? ബാലു എവിടെയാണ് പോയതെന്ന് എങ്ങനെയാണ് ബന്ദർ മനസ്സിലാക്കിയത്? അതെ, ബാലുവിൻ്റെ കയ്യിലുള്ള സഞ്ചിയിൽ ഒരു ഹോൾ ഉണ്ടല്ലേ. അപ്പോൾ റോഡിൽ മുഴുവൻ ആലു വീണിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ബാലുവിനെ ബന്ദർക്കോ കോയി ഉത്തർ ക്യോ നഹി ദിയാ ഹോഗാ? ബാലുവിനെ ബന്ദർക്കോ കോയി ഉത്തർ, ബാലു എന്തുകൊണ്ടാണ് ബന്ദർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവാതിരിക്കുക? എന്തായിരിക്കും കാരണം? ചിലപ്പം ബാലു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ, അല്ലെങ്കിൽ ബാലുവിന് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. यदि रास्ते में पानी होता तब धप की जगह क्या आवाज आती? ധബ് 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 എന്ന് എന്തായിരുന്നു ശബ്ദം? ബാലു നടക്കുന്ന ശബ്ദമാണല്ലേ. അപ്പോൾ വഴിയിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഡ്രൈ ആയിട്ടുള്ള റോഡിലൂടെയല്ലേ ബാലു പോയത്, അതിന് പകരം അവിടെ രാസ്തേമേ പാനി ഹോത്ത, വഴിയിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ തബ് ധബ് ധബ് എന്ന് പറയുന്ന ശബ്ദത്തിന് പകരം എന്ത് ശബ്ദമായിരുന്നു വരിക? നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ വെള്ളത്തിൽ നടക്കുന്ന സമയത്ത് എന്ത് രീതിയിലുള്ള ശബ്ദമായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഗർ ബോരെ മേ ഛേദ് നഹി ഹോത്ത, അതായത് ഇനി സഞ്ചിയിൽ ഹോൾ ഇല്ലായിരുന്നെങ്കിൽ തോ കഹാനി മേ ആകെ ക്യാ ഹോത്ത, ഈ കഹാനിയിൽ മുന്നേ എന്ത് സംഭവിച്ചേനെ? അപ്പനി കഹാനി സുനിയായേ, അതായത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ അതിലൊരു ഹോൾ ഉള്ളതുകൊണ്ട് ആലു താഴെ വീണതുകൊണ്ടല്ലേ ഈ സ്റ്റോറി ഇങ്ങനെ അവസാനിച്ചത്. ഇനി അതല്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും സ്റ്റോറി? ഓക്കെ, നിങ്ങളുടെ ടീച്ചർ ഇതിൻ്റെയൊക്കെ ആൻസർ പറഞ്ഞുതരും. നമുക്കൊരു എക്സാമ്പിൾ ആൻസർ നോക്കാം. ബന്ദറിനെ कैसे पता लगाया होता कि बालू कहाँ जा रहा है? बंदर ने आलूओं की गिरने के निशान देखकर पता लगाया होगा कि बालू नानी के घर जा रहा है. അപ്പോൾ ആലുവോങ്കെ ഗിർനേക്ക് നിശാന, അതാണ് മെയിനായിട്ട് ആൻസർ. അടുത്തത്, ബാലുവിനെ ബന്ദർക്കോ കോയി ഉത്തർ ക്യോ നഹി ദിയാ ഹോഗാ? बालू ने बंदर को शायद ध्यान न दिया हो या सुन न पाया हो. ബാലു കുരങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ധ്യാൻ ന ദിയാ ഹോ യാ സുൻ ന പായാ ഹോ, കേട്ടിട്ടുണ്ടാവില്ല. यदि रास्ते में पानी होता तब धप की जगह क्या आवाज़ आती? पानी में गिरने पर छप छप की आवाज़ आती. അപ്പോൾ ധപ്പ് ധപ്പിന് പകരം വെള്ളം ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? ചപ്പ് ചപ്പ് എന്ന ശബ്ദം വരും. ചപ്പ് ചപ്പ് എന്ന് പറയണമെന്നില്ല. നിങ്ങൾ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ ശബ്ദം വരുന്നതെന്ന് അത് എഴുതാം. അഗർ ബോരെ മേ ഛേദ് നഹി ഹോത്ത तो कहानी में आगे क्या होता? अगर बोरे में छेद नहीं होता तो बालू बिना आलू गिराए नानी के घर पहुंच जाता है. അപ്പോൾ അത് സഞ്ചിയിൽ ഹോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആലു വീഴാതെ നാനിയുടെ വീട്ടിലെത്തുമായിരുന്നു അല്ലേ. ഓക്കെ, ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതിന് പകരം നിങ്ങൾ ടീച്ചേഴ്സ് തരുന്ന സെൻറ്റൻസസ് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, ആവാസേൻ തരതരക്ക്, ശബ്ദങ്ങൾ പലതരമാണ്. ഹമേ ആസ്പാസ് കൈ പ്രകാർ കി ആവാസേൻ സുനായി ദേത്തി ഹേ. നമുക്ക് നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ജैसे ഘടി ബജനെ പർ ടൺ ടൺ. അപ്പോൾ
ക്ലോക്ക് അടിക്കുന്ന സമയത്ത് ടെൻ ടെൻ എന്നുള്ള ശബ്ദം കേൾക്കും. ബാദൽ ഗർജനെ പർ, അതായത് ഇടി വെട്ടുന്ന സമയത്ത് ഘഡ് ഘഡ് എന്നുള്ള ശബ്ദം കേൾക്കും. പാനി ടപക്നെ പർ, ടപ്പ് ടപ്പ് എന്നുള്ള ശബ്ദം കേൾക്കും അല്ലേ, വെള്ളം തെറിക്കുന്ന സമയത്ത്. ബതായിയെ ഇൻ വസ്തുവും കി ആവാസേ കേസെ ഹോത്തി ഹേ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ശബ്ദങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എന്നിട്ട് നിങ്ങളുടെ ബുക്കിൽ അതൊക്കെ എഴുതണം കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പാനിമേ ചലന, പാനിമേ ചലന എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സഞ്ചരിക്കുക. സൂഖെ പത്തെ പർ ചലന, കരിയിലയുടെ മേലെ കൂടെ നടക്കുക. ഗുബ്ബാര ഫുട്ന, ഗുബ്ബാര എന്ന് പറഞ്ഞാൽ ബലൂൺ, ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനത്തെ ശബ്ദം വരിക? ബർത്തനോങ്ക ഗിർന, പാത്രങ്ങൾ താഴെ വീണ് കഴിഞ്ഞാൽ എങ്ങനത്തെ ശബ്ദം വരിക? ബാരിഷ് കി ബൂന്തോങ്ക ഗിർന, മഴത്തുള്ളികൾ നിലത്ത് വീഴുന്ന സമയത്ത് ഉള്ള ശബ്ദം. മാക്ക പുകാർന, അമ്മ എങ്ങനെയാ എല്ലാവരെയും വിളിക്കുക? പാനിമേ ചലന, വെള്ളത്തിൽ നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചപ്പ് ചപ്പ് എന്ന് പറയാം. കരിയിലയിൽ നടക്കുമ്പോൾ വേണമെങ്കിൽ ഘട്ട് ഘട്ട് എന്ന് പറയാം. ബലൂൺ പൊട്ടുമ്പോൾ എങ്ങനെ ഫട്ട് എന്ന് പൊട്ടാം. ബർത്തനോങ്ക ഗിർന എന്ന് പറഞ്ഞാൽ പാത്രം താഴെ വരുമ്പം ചൻ ചൻ. പിന്നെ മഴത്തുള്ളികൾ വീഴുമ്പോൾ ടപ്പ് ടപ്പ്. പിന്നെ അമ്മ വിളിക്കുക എങ്ങനെയാ? ബേട്ടാ ആവോ, അല്ലെങ്കിൽ ബേട്ടി ആവോ, അങ്ങനെ വിളിക്കാം അല്ലേ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശബ്ദം ഇവിടെ എഴുതാം കേട്ടോ. സഹി ഉത്തർ ചുൻകർ ലിഖിയേ. ഓക്കെ, ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ചൂസ് ചെയ്യണം. ബന്ദർ കോൺസെ പേട് പർ ബൈഠാ ഥാ? ബന്ദർ ഏത് ചെടിയിലായിരുന്നു? പീപ്പൽ ബേർ. അതെ, പീപ്പൽ. അപ്പോൾ ബുക്കിൽ പീപ്പൽ എന്നെഴുതണം കേട്ടോ. ബാലു കഹാൻ ജാ രഹാ ഥാ? ബാലു എവിടെയായിരുന്നു പോകുന്നത്? നാനി കെ ഘർ, ദാദി കെ ഘർ. करेक्ट, नानी के घर. बालू ने बोरे में क्या रखा था? ആലു മൂലി. ബാലുവിൻ്റെ സഞ്ചിയിൽ എന്തായിരുന്നു? ആലു. അപ്പോൾ ഈ വാക്കുകൾ എടുത്തിട്ട് ഇവിടെ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. नीचे दिए गए चित्रों को वाक्यों के साथ जोड़िए. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഇവിടെ ചില വാക്കുകളും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണം. बालू ने बोरा भर आलू पीठ पर रख लिए. ബാലു സഞ്ചി നിറയെ ആലു എടുത്തിട്ട് പുറത്ത് റെഡിയാക്കി ഇട്ടു. എവിടെ? ഇവിടെ ഉണ്ടല്ലേ. പീപ്പൽ കെ പേട് പർ ബന്ദർ ബൈഠാ. എവിടെ ബന്ദർ? ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ പീപ്പൽ കെ പേട് പർ ബന്ദർ ബൈഠാ. ഇനി രാസ്തേ മേ ആലു പടേ ഹുയേ ഥേ. വഴിയിലൊക്കെ ആലു വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ബ से शुरू होने वाला शब्दों को पहचानिए, अनुमान लगाकर पढ़िए और लिखिए. അപ്പോൾ ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ബ से शुरू होने वाले, ബാല് തുടങ്ങുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ജിലേബി. ജിലേബി ബാല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡമരു. ഡമരുവിൽ ബാണ് സ്റ്റാർട്ടിങ്? അല്ല. താര? അല്ല. ബസ്ത. സ്കൂൾ ബാഗ്? അതെ, ബസ്ത ബാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബസ്ത എഴുതുക കേട്ടോ. नीचे दिए गए चित्रों के नाम सुनिए. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേരുകൾ നോക്കാം. ഉല്ലു. ഉല്ലു എന്ന് പറഞ്ഞാൽ മൂങ്ങ, ഔൾ. കുർത്ത, ഈ ഡ്രസ്സാണ് കുർത്ത. സുരാഹി, കണ്ടോ, ഈ ഒരു പാത്രത്തിനാണ് സുരാഹി എന്ന് പറയുന്നത്. ഊൺ, ഫൂൽ. സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഫൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവ്, ഊൺ എന്ന് പറഞ്ഞാൽ വൂൾ, നൂല്. बताइए इन नामों की पहले ध्वनि में क्या अंतर है? അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൻ്റെ പെഹലി ധ്വനി, ആദ്യത്തെ
ശബ്ദം. ആദ്യത്തെ ശബ്ദം തമ്മിൽ എന്താണ് ഒരു ബന്ധം, വ്യത്യാസമുള്ളത്? ഉല്ലു ഉ, കുർത്ത കു, സുരാഹി സു. അപ്പം എല്ലാം ഉ എന്ന ശബ്ദത്തിലാണല്ലേ. ഉ കു സു. അപ്പോൾ ഇവിടെയോ ഊൻ ഫൂൽ സൂരജ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ ഉ ആയിരുന്നു, അതിവിടെ ഊ ആയി. ഇവിടെ കു ആയിരുന്നു, ഇവിടെ ഫൂ ആയി. കണ്ടോ, ഉ ഊ ഊ. അപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാ വാക്കുകളുടെയും ഫസ്റ്റ് ശബ്ദം ഊ ആണ്, രണ്ടാമത് അതിൻ്റെ ശബ്ദം ഊ എന്ന രീതിയിലാണ് കിടക്കുന്നത്. नीचे दिए चित्रों के नाम बताइए और लिखिए. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ പേരുകൾ പറയണം. ആരാ ഇത്? ബാലു. ഇവിടെ ഉണ്ടല്ലേ. അപ്പം നിങ്ങൾ ബുക്കിൽ പെൻസിലെടുത്തിട്ട് ഈ ഒരു കുത്തുകൾ യോജിപ്പിച്ച് എഴുതുക. ബാലു. നെക്സ്റ്റ് ഇതെന്താണ്? റോഡ്. റോഡിന് പറയുക സഡക്. അപ്പോൾ ഇത് എഴുതിയ പോലെ തന്നെ കുത്തുകൾ യോജിപ്പിച്ച് ഇവിടെ എഴുതുക. അടുത്തത് ടമാട്ടർ. ടൊമാറ്റോക്ക് ഹിന്ദിയിൽ പറയുക ടമാട്ടർ. സൂര്യന് പറയുക സൂരജ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരുകൾ ഉറക്കെ വായിക്കുക, എന്നിട്ട് ഇതൊക്കെ എഴുതി നോക്കുക. ഭാലു ശബ്ദ മേ ഭ ആർ ലു അക്ഷർ ജുഡേ ഹുയേ ഹേ. ഭാലു എന്ന ശബ്ദത്തിൽ ബ ലു ഈ 2 അക്ഷരങ്ങൾ ചേർന്നിരിക്കുകയാണ്. यदि भा के जह का ला ता ब शा जोड़ो तो क्या शब्द बनेगा? ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം ഭ മാറ്റിയിട്ട് അതിന് പകരം ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ശബ്ദം എങ്ങനെ വ്യത്യാസപ്പെടും? അതാണ് ചോദ്യം. ഇന്നേ ലിഖിയേ ഓർ പഠിക്കർ സുനായേ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. കാ ലു, കാലു. കണ്ടോ, കാലു. അപ്പം നിങ്ങൾ അതുപോലെ എഴുതണം. ലാ ലു. അപ്പം എങ്ങനെ എഴുതുക? ലാലു. അടുത്തത് താലു, താലു. ബാലു, ബാലു. അടുത്തത് ഷാലു, ഷാലു. ഇത് ജോയിൻ ചെയ്തിട്ട് വായിച്ച് നോക്കിയിട്ട് ഓരോ വാക്കുകളും ഈ തന്നിരിക്കുന്ന ബ്ലാങ്ക്സിലൊക്കെ ഫിൽ ചെയ്യാം. അടുത്തത് സബ്സെ ബഡെ പത്തേ മേ ഹരാ രംഗ് ഭരിയേ. ലീഫ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ലീഫ് ഏതാ? ഇതാണല്ലേ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ആ വലിയ ലീഫിൽ ഹരാ രംഗ് ഭരിയേ. നമുക്ക് ഹരാ രംഗ് ഫിൽ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ബുക്കിൽ നല്ല ഭംഗിയായിട്ട് ഫിൽ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ ബുക്കിൽ വലിയ ഇല നോക്കി കണ്ടുപിടിച്ചിട്ട് ഇതല്ല ഇല, ഇതിൽ നല്ല ഗ്രീൻ കളർ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എക്സസൈസൊക്കെ നല്ല ശ്രദ്ധയോടെ ചെയ്യണം. ബുക്കിൽ നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരാം. അതുവരെ ബായ്.